തിരുവനന്തപുരം മുട്ടത്തറയിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് ഇന്നും നടന്നില്ല. 40 സ്ലോട്ടുകൾ നൽകിയിരുന്നുവെങ്കിലും ആരും എത്താത്തതിനാൽ ഉദ്യോഗസ്ഥർ മടങ്ങി. കോഴിക്കോട് കുന്നമംഗലത്ത് സമരക്കാർ പ്രതിഷേധിച്ചു. അജീഷ് ജയകുമാർ തിരുവനന്തപുരത്തു നിന്നും സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്നും വിശദാംശങ്ങളുമായി ചേരുന്നു. ആദ്യം അജീഷിലേക്ക്. അജീഷ്, എന്താണ് ഇന്നത്തെ തിരുവനന്തപുരത്തെ ഈ ടെസ്റ്റിംഗ് ഗ്രൗണ്ടിലെ സാഹചര്യം? വേണു, പതിവ് പോലെ തന്നെ മുട്ടത്തറ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ 40 സ്ലോട്ടുകളാണ് ഡ്രൈവിംഗ് പരിഷ്കരണത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ ആ 40 സ്ലോട്ടുകൾ മാത്രമാണ് ഇത് നൽകിയിരുന്നത്. പക്ഷേ 2 പേരൊഴികെ മറ്റാരും എത്തിയിരുന്നില്ല. 2 പേർക്ക് സ്വന്തമായി വാഹനങ്ങൾ ഉണ്ടാകാത്തതുകൊണ്ട് അവരെല്ലാം തിരികെ പോവുകയും ചെയ്തു. കൃത്യം 10:30 വരെ ഉദ്യോഗസ്ഥർ, മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഇവിടെ ഉണ്ടായിരുന്നു. 10:30 കഴിഞ്ഞ് ആരും എത്താത്തതിനാൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് എത്തത് മതിയാക്കി അവർ തിരിച്ചു പോവുകയും ചെയ്തു. എന്തായാലും സമരം ഇപ്പോഴും ഇവിടെ തന്നെ തുടരുകയാണ്. ഇന്ന് പുറത്ത് കാര്യമായ പ്രതിഷേധം മുദ്രാവാക്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ പ്രതിഷേധം ഇന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ നേതാക്കളൊക്കെ തന്നെ ഇവിടെ ഇപ്പോഴും ഉണ്ട്. ഇത് മന്ത്രി ഗണേഷ് കുമാറും ഗതാഗത വകുപ്പ് മന്ത്രി ഇന്ന് വൈകിട്ടെത്തും. 23-ാം തീയതിയാണ് ചർച്ച വിളിച്ചിട്ടുള്ളത്. പക്ഷേ ഇവരിപ്പോഴും ഈ നിലപാടിൽ അവർ ഉറച്ചു നിൽക്കാൻ തന്നെയാണ് തീരുമാനം. നിങ്ങൾ പ്രതിഷേധം തുടരാൻ തന്നെ തീരുമാനം. ഇന്നലെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടന്നിരുന്നു. പക്ഷേ ഇപ്പോഴും നിങ്ങൾ സമരത്തിൽ നിന്ന് പിന്മാറാൻ തീരുമാനമല്ല? അല്ല, 23-ാം തീയതി മിനിസ്റ്റർ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാവുമെങ്കിൽ സമരം പിൻവലിക്കും. അല്ലാന്നുണ്ടെങ്കിൽ സമരമാർഗങ്ങളും കോടതി മാർഗങ്ങളായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും. അതാണ് നിങ്ങളുടെ നിലപാട്? കാരണം ഞങ്ങൾ സ്വയം തൊഴിൽ കണ്ടെത്തിയ പദ്ധതിയാണിത്. അപ്പോൾ ഇതിനകത്ത് ഞങ്ങളത് നിർമ്മാർജ്ജനം ചെയ്തിട്ട് കോർപ്പറേറ്റുകളുടെ കടന്നുകയറ്റമാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഞങ്ങളത് അനുവദിക്കില്ല. അപ്പം ഇതാണ് ഈ തൊഴിലാളികളുടെ ഒരു നിലപാട്. കാരണം ഇവർ 23-ാം തീയതി ഗതാഗത മന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. അതുവരെ ഈ സമരം തുടരുമെന്ന് തന്നെയാണ് അവരുടെ നിലപാട്. 23-ാം തീയതി ചർച്ചയ്ക്ക് അവർക്ക് അനുകൂലമായിട്ടുള്ള എന്തെങ്കിലും തീരുമാനം ഉണ്ടാകുന്നതുവരെ ഈ സമരം തുടരും. ഇന്നലെ വലിയ സമരം സെക്രട്ടേറിയറ്റ് പടിക്കൽ അവർ നടത്തിയിരുന്നു സംയുക്ത തൊഴിലാളികളുടെ നേതൃത്വത്തിൽ. പക്ഷേ അന്നാണ് സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടന്നത്. ഇന്ന് 86 കേന്ദ്രങ്ങളിൽ പോലീസിന്റെ സംരക്ഷണയോടെ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടക്കുമെന്നായിരുന്നു അറിയിച്ചിട്ടുള്ളത്. പക്ഷേ പലയിടങ്ങളിലും ആളുകൾ എത്താത്തതിനെ തുടർന്ന് ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് മുടങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. വേണു, സമീർ സി മുഹമ്മദ് കോഴിക്കോട് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സമീർ, കോഴിക്കോട്ടെ സാഹചര്യം എന്താണ്? അവിടെ പ്രതിഷേധമുണ്ടോ? ആരെങ്കിലും ടെസ്റ്റിന് വന്നോ? വേണു, കോഴിക്കോടും പ്രതിഷേധം ശക്തമായി തന്നെ തുടരുകയാണ്. വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ ആളുകൾ എത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രധാനമായും ഈ മോട്ടോർ ഡ്രൈവിംഗ് സ്കൂളുകൾ വഴിയാണ് പലരും ഡ്രൈവിംഗ് ടെസ്റ്റിന് എത്തുന്നത്. അവരെ വിളിച്ചു ചോദിക്കുമ്പോൾ ഇന്ന് പ്രതിഷേധം ശക്തമായിട്ട് തന്നെ തുടരാനാണ് തീരുമാനം. ആ ഒരു പശ്ചാത്തലത്തിൽ ഗ്രൗണ്ടുകളിലേക്ക് വരേണ്ടതില്ല എന്നാണ് അറിയിക്കുന്നത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഉദ്യോഗസ്ഥർ എത്തുന്നുണ്ട് എങ്കിലും ഉദ്യോഗസ്ഥർക്ക് മടങ്ങിപ്പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടക്കാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കുന്നമംഗലം ഭാഗത്തുള്ള പൊയ്യ ഗ്രൗണ്ടിലാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ പ്രതിഷേധം ശക്തമാകുന്നത്. അവിടെ ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം ശക്തമാകുന്നത്. അതിന്റെ പശ്ചാത്തലത്തിൽ അവിടെ എത്തിയ ആളുകളെല്ലാം തന്നെ മടങ്ങിപ്പോകുന്നു. ഉദ്യോഗസ്ഥരും മടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. പ്രതിഷേധം ശക്തമായി തന്നെ തുടരാനാണ് ഇവരുടെ തീരുമാനം. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് 2 ആഴ്ചത്തോളം നീണ്ട ശക്തമായ പ്രതിഷേധങ്ങൾക്കൊടുവിൽ കഴിഞ്ഞ ദിവസമാണ് ഈ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പുനരാരംഭിച്ചത്. പക്ഷേ കോഴിക്കോട് ജില്ലയിൽ കാര്യമായ രീതിയിൽ അത് പുനരാരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നും പ്രതിഷേധം തുടരുകയാണ്. വേണു, ശരി, പ്രതിഷേധത്തെ തുടർന്ന് ഇന്നും സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടക്കുന്നില്ല. സമീർ സി മുഹമ്മദും അജീഷ് ജയകുമാറുമാണ് വിശദാംശങ്ങൾ നൽകിയത്.